ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പച്ചക്കറി പുറത്ത് നട്ടേ പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കാണിച്ചില്ലല്ലോ. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇത് നമ്മുടെ മുരിങ്ങയാണ്. നമ്മളന്ന് പറിച്ച് സെപ്പറേറ്റ് ചെയ്ത 3 മുരിങ്ങകളാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മുടെ കോവൽ നിൽക്കുന്നുണ്ട്. കോവൽ ഇത് കുറച്ച് പടർന്ന് ഇപ്പോൾ കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെഡിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്നത് കുമ്പളമാണ്. ഇത് വലിപ്പമുള്ള കുമ്പളമാണ്, നീട്ടല്ല, ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള കുമ്പളമാണ് ഇത്. പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ നീട്ടുള്ള കുമ്പളമാണ്. ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. അത് ഇതിങ്ങനെ ഇരിക്കുന്നതാണ്. ഒരെണ്ണം നീട്ടുള്ളതും ഒരെണ്ണം റൗണ്ടായിട്ടുള്ളതും. പിന്നെ ഇത് നമ്മുടെ വള്ളിപ്പയറാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ കാണുന്നത് വള്ളിപ്പയറാണ്. അതൊക്കെ അത്യാവശ്യം പടർന്ന് പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 2 വഴുതനങ്ങ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ കുറ്റിപ്പയറൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറ്റിപ്പയറാണ് നിൽക്കുന്നത്, ഇതും കുറ്റിപ്പയറാണ്. പിന്നെ ഇത് മുളകാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി നമ്മൾ എല്ലാം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ടെമ്പറേച്ചർ നന്നായിട്ട് താഴ്ന്നു പോയിരുന്നു. അതുകൊണ്ട് നമ്മൾ നട്ട് പിടിപ്പിച്ച മുളകൊക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് വളർന്നു വരുന്നത്. പിന്നെ ഈ കാണുന്നത് കുറ്റി ബീൻസാണ്. അതെ, ഇതിൻ്റെ അടുത്തൊന്ന് നോക്കി അറിയാം. ഇതിനകത്ത് പൂവിട്ടിട്ട് ബീൻസൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ബീൻസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അതെ ബീൻസുകൾ ഉണ്ടാവുന്നുണ്ട് പൂവിട്ടതിന് ശേഷം. പിന്നെ ഇവിടെയും 2 വഴുതനങ്ങ ഉണ്ട്. പിന്നെ ചെറിയ മുളക് തൈ, ഇവിടെ ഒരു മുളക് തൈ. പിന്നെ ഈ കാണുന്നത് കുക്കുംബറാണ്. കുക്കുംബറിലാണെങ്കിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കുക്കുംബർ. ഇതാ കുക്കുംബറൊക്കെ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ ഇത് ചീത്തയായി തോന്നും, മഞ്ഞ കളറായിട്ടുണ്ട്. പക്ഷെ ഇത് ഇവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതെ വീണ്ടും വഴുതനങ്ങ ഉണ്ട്. പിന്നെ കുറച്ച് ചീര ഇതിൻ്റെ ഉള്ളിൽ മുളച്ചു വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മുളക് തൈയാണ്. ഞാൻ മുളക് തൈയിൽ പൂവുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കിള്ളിക്കളഞ്ഞിട്ടേ. നമ്മൾ ഫസ്റ്റ് തന്നെ പൂവുണ്ടായി വളർന്നു കഴിഞ്ഞാൽ മുളകിൻ്റെ തൈ വലുതാവില്ല. അവിടെ ഞാൻ കിള്ളിക്കളഞ്ഞായിരുന്നു. പിന്നെ ഇതും അതെ കുറ്റി ബീൻസാണ്. ഇതിനകത്തും അതെ നിറച്ചത് പൂവുണ്ടായിട്ടുണ്ട്. ബീൻസൊക്കെ അതേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നത് പാവലാണ്. ഇത് നമ്മുടെ നാട്ടിലെ പാവലല്ല കേട്ടോ. ഞാൻ വളർത്തി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പാവൽ ഇതേപോലെ ആ തണുപ്പ് വന്നപ്പോൾ പോയി പുറത്തിരുന്നപ്പോൾ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച പാവലാണ്. അത് ഇതേ ഈ നല്ല പച്ചക്കളറുള്ള ഭയങ്കര കയ്പ്പാണ് ഇതിന്. ഈ പാവലാണ് ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുഞ്ഞി മുളകും തൈകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ വീട്ടിലൊന്ന് വെച്ച് മുളപ്പിച്ച മുളകും തൈയാണ്. ഇത് പയ്യെ വന്നുള്ളത്. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ കുറ്റിപ്പയർ ഉണ്ട്. കുറ്റിപ്പയറുകൾ വളർന്നു വരുന്നുണ്ട്. പിന്നെ ചീര ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇതെല്ലാം മുളകും തൈകളാട്ടോ. ഇതെല്ലാം മുളകും തൈയാണ്. പിന്നെ പയറുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ഇതെല്ലാം ചീരകളാണ്, നമ്മുടെ ചുമന്ന ചീരയും പച്ചച്ചീരയാണ്. പിന്നെ ഇത് താഴെ നമ്മൾ വെണ്ട നട്ടിട്ടുണ്ട്. ഇതും വെണ്ടയാണ്, ഇതും വെണ്ടയാണ് നട്ടേക്കുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ ഇത് നമ്മുടെ തണ്ണിപ്പ്, സോറി കേട്ടോ, ഞാൻ നേരത്തെ ഇത് വെണ്ടാന്നാണ് പറഞ്ഞത്. വെണ്ടയല്ല, വഴുതനങ്ങയാണ് കേട്ടോ. ഇത് രണ്ടെണ്ണവും വഴുതനങ്ങകളാണ്. പിന്നെ ഇതേ കുറച്ച് മുളക് തൈകൾ, അതിൻ്റെ ഇടയിൽ ചീരകളുണ്ട്. ചീര പച്ചയുണ്ട്, നമ്മുടെ ചുമന്ന ചീരയൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് മുറിച്ച് കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ തണ്ണിമത്തങ്ങ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. ഇതും അതെ ചെറിയ തണ്ണിമത്തങ്ങയാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വാങ്ങിച്ചു വെച്ചിട്ട് തണ്ണിമത്തങ്ങ ഉണ്ടായി, പക്ഷെ അതങ്ങോട്ട് വലുതായില്ല, പെട്ടെന്ന് ചീത്തയിപ്പോയി. പിന്നെ ഇതേ വേറൊരു ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, മല്ലി ഉണ്ടായിട്ട് അത് വീണ. പിന്നെ ഈ വർഷം മുളച്ചതേ ഇതാണ്. മല്ലി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. പിന്നെ ഈ വിത്ത് അത് ഈ വീണ് കിടന്ന് അടുത്ത വർഷം തന്നെ മുളച്ചോളൂ അത്. പിന്നെ അതെ ഇതും ഒരു മുളക് തൈയാണ് ഈ നട്ടേക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ വളർത്തിയ മുളക് തൈ കേട്ടോ. അതിൻ്റെ വിത്താണത്. നമ്മുടെ സ്ട്രോബെറി 2-3 ഉണ്ടായി, പറിച്ച് തിന്നു. പിന്നെ ഇഷ്ടംപോലെ മൊയിൽ വരുന്നുണ്ട്, ഐറ്റങ്ങൾ തിന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ അടുത്ത ബെഡാണ്. അതിനകത്തും അതെ ഈ കാണുന്നത് എല്ലാം മുളകും തൈകളാട്ടോ. ഇവിടെ ഇതെല്ലാം കാണുന്ന മുളകും തൈകളാണ്. പിന്നെ അത് കൂടാതെ ഇതിനകത്ത് നട്ടേക്കുന്നത് നമ്മൾ വെണ്ട നട്ടിട്ടുണ്ട്. ഇത് വെണ്ടയാണ്. അവിടെ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങയുടെ ഒരു 2-3 തൈ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി തൈ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം മുളകാണ് ബാക്കി നട്ടേക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ വഴുതനങ്ങയാണ്, നീളം വഴുതനങ്ങ. എല്ലാത്തിലും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാനാണെങ്കിൽ നമ്മുടെ മധുരക്കിഴങ്ങ്
മധുരക്കിഴങ്ങ് മുളപ്പിച്ചതാണ് ഈ കാണുന്നത്. അത് നമ്മുടെ കിഴങ്ങ് മുളപ്പിച്ച് അതിൽ നിന്ന് ഒരു തണ്ട് പറിച്ച് വേര് വന്നതിന് ശേഷം നട്ടേക്കുന്നതാണ്. അതല്ല നമ്മൾ വീട്ടിൽ മുളപ്പിച്ച കുമ്പളമാണ് ആ കാണുന്നത്. പിന്നെ ബാക്കിൽ കാണുന്നത് മൊത്തം സൂര്യകാന്തിയാണ് കേട്ടോ. അത് കുറച്ചും കൂടെ നാളെ കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നുള്ളൂ ബാക്കിൽ ഫുള്ള് കാണും. അപ്പം അതോടുകൂടി ആ ബെഡ് കഴിഞ്ഞു. അതിൽ കൂടുതൽ മുളകുകളാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ബെഡ് വരാണെങ്കിൽ ഇത് നമ്മുടെ കുഞ്ഞി കാന്താരിയാണ്. ഇതിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചെറിയ കാന്താരി മുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ ചെടിക്ക് അധികം പൊക്കം വയ്ക്കുന്നില്ല, പക്ഷെ ഇഷ്ടംപോലെ മുളക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതെല്ലാം മുളകും തൈകളാണ്. കൂടുതൽ മുളകും തൈയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. കാരണം നമ്മൾ എല്ലാ കറിയിലും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ, അതുകൊണ്ട് മുളകും തൈ കുറേ ഉണ്ട്. പിന്നെ അതേ വെണ്ടയ്ക്കല്ല, എപ്പോഴും വായിൽ വെണ്ടയ്ക്ക പറഞ്ഞാൽ വഴുതനങ്ങകൾ ഇഷ്ടംപോലെ വഴുതനങ്ങയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ചീരത്തൈ ഉണ്ട് കേട്ടോ. ഈ ചീരത്തൈ നമ്മൾ നട്ടതല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ വിത്ത് വീണ് കിടന്നിട്ട് ഈ പ്രാവശ്യം തന്നെ മുളച്ചു വന്നേക്കുന്നതാണ് ഈ ചീരകൾ മൊത്തം. പിന്നെ ഇതിനകത്ത് ഈ തക്കാളി കഴിഞ്ഞ പ്രാവശ്യത്തെ തക്കാളി കിടന്നിട്ട് മുളച്ചു വന്നു, നമ്മൾ നട്ടിട്ടില്ല. പിന്നെ ഇത് ബീട്രൂട്ട്, പിന്നെ അതും വഴുതനങ്ങയാണ്. പിന്നെ അതിൻ്റെ പുറകിൽ 2-3 തക്കാളി ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ കോൺ നട്ടിട്ടുണ്ട്, അതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പൊന്തിയിട്ടില്ല, വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗാർലിക്ക് പറിക്കാറായിട്ടുണ്ട്. ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഗാർലിക്ക് പറിക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ബെഡാണ്. ഈ ബെഡ് ഫുള്ളും തക്കാളികളാണ്. നിങ്ങൾക്ക് കാണാതെ എല്ലാം തക്കാളികളാണ് വെച്ചേക്കുന്നത്. അതെല്ലാം അത്യാവശ്യം നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. ഇത് ചിലതിലൊക്കെ നമുക്ക് തക്കാളി ഉണ്ടായും തുടങ്ങിയിട്ടുണ്ട്. ഇതാ തക്കാളി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ തക്കാളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് തക്കാളിക്ക്. കണ്ട ഇവിടെ തക്കാളി ഉണ്ട്, ഇതുമ്പോൾ തക്കാളി ഉണ്ട്. അതിൽ തക്കാളികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ കൊമ്പല്ല നമ്മുടെ ഇലകൾ മുറിച്ച് കളഞ്ഞതാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ബാക്കിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ അപ്ഡേറ്റ്സ് ഇത്രയാണ്. ഇനി ഞാൻ കുറച്ചും കൂടെ ഉണ്ടായി വരുന്നതനുസരിച്ച് വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തൊക്കെ വിട്ടേക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.